വേമ്പനാട് കായൽ. ആദിത്യ കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ്. ആദിത്യ ആദ്യമായി സർവീസ് ആരംഭിച്ചിട്ടുള്ളത് വേമ്പനാട് കായലിലാണ്. വേമ്പനാട് കായലിലെ പ്രധാന ദ്വീപുകളാണ് വില്ലിംഗ്ടൺ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, കടമക്കുടി ദ്വീപ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ നിർമ്മിച്ചിട്ടുള്ള തോട്ടപ്പള്ളി സ്പിൽവേ വേമ്പനാട്ട് കായലിലാണ്. കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ചിട്ടുള്ള തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ്. വൈക്കം ക്ഷേത്രം വേമ്പനാട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കൊച്ചി തുറമുഖം വേമ്പനാട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏക തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം. മീനച്ചിലാർ, അച്ചൻ കോവിലാർ, മണിമലയാർ, പമ്പ, പെരിയാർ, മൂവാറ്റുപുഴയാർ എന്നിവ വേമ്പനാട്ടു കായലിലൂടെ ഒഴുകുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യയാണ്. കൊച്ചിയിൽ വേമ്പനാട്ട് കായൽ വീരൻ പുഴയെന്നും കൊച്ചിക്കായൽ എന്നും അറിയപ്പെടുന്നു. കൈതപ്പുഴ കായൽ എന്ന് ആലപ്പുഴയിൽ ചില ഭാഗങ്ങളിൽ വേമ്പനാട്ട് കായലിനെ വിളിക്കുന്നു. തോട്ടപ്പള്ളി പദ്ധതി വിഭാവനം ചെയ്തത് 1954 പണി പൂർത്തീകരിച്ചത് 1955. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 66. റംസാർ ഉടമ്പടി അനുസരിച്ച് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു കായലായി വേമ്പനാട്ട് കായലിനെ അംഗീകരിച്ചിരിക്കുന്നു. വർഷത്തിൽ 6 മാസം ഉപ്പുവെള്ളവും ബാക്കി 6 മാസം ശുദ്ധജലവുമാണ് വേമ്പനാട്ട് കായലിൽ ഉള്ളത്.